ഹായ് ഫ്രണ്ട്സ്, നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം. തൃതീയഃ പാഠഃ, തേർഡ് ചാപ്റ്റർ. സ്വാവലംബനം. സ്വാവലംബനം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിപ്പെൻഡ്സ്. നമ്മളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം, വേറെ ആരെയും ആശ്രയിക്കാൻ പാടില്ല. അതാണ് സ്വാവലംബനം. കൃഷ്ണമൂർത്തി ശ്രീകണ്ഠശ്ച മിത്രേ ആസ്താം. കൃഷ്ണമൂർത്തി എന്നൊരാളും ശ്രീകണ്ഠ എന്നൊരാളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. മിത്രേ എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്. ശ്രീകണ്ഠസ്യ പിതാ സമൃദ്ധ ആസിത്. ശ്രീകണ്ഠന്റെ അച്ഛൻ സമൃദ്ധ, അതായത് റിച്ച്, പണക്കാരനായിരുന്നു. അതഹ തസ്യ ഭവനെ, അതുകൊണ്ട് അയാളുടെ വീട്ടിൽ സർവവിധാനി സുഖസാധനാനി ആസൻ. ശ്രീകണ്ഠന്റെ അച്ഛൻ റിച്ച് ആയിരുന്നു, പണക്കാരനായിരുന്നു. അതുകൊണ്ട് ശ്രീകണ്ഠന്റെ വീട്ടിൽ, ഭവനെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ, സർവവിധാനി സുഖസാധനാനി, എല്ലാ വിധത്തിലുമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഫാന്, ലൈറ്റ്, AC, അടിപൊളി റൂംസ്, അതൊക്കെ ഉണ്ടായിരുന്നു. തസ്മിൻ വിശാലേ ഭവനെ ചത്വാരിംശത് സ്തംഭാഹ ആസൻ. അയാളുടെ വിശാലമായ വീട്ടില് ചത്വാരിംശത്, അതായത് 40 സ്തംഭാഹ എന്ന് പറഞ്ഞാൽ തൂൺ, 40 തൂണുകൾ ഉണ്ടായിരുന്നു. തസ്യ അഷ്ടാദശ പ്രകോഷ്ഠേഷു 50 ഗവാക്ഷാഹ ചതുശ്ചത്വാരിംശത് ദ്വാരാണി ഷഡ്ത്രിംശത് വിദ്യുത വ്യഞ്ജനാനി ച ആസൻ. അയാളുടെ വീട്ടില് അഷ്ടാദശ പ്രകോഷ്ഠേഷു, 18 പ്രകോഷ്ഠേഷു, അതായത് റൂം. 50 ഗവാക്ഷാഹ, 50 എന്ന് പറഞ്ഞാൽ 50, ഗവാക്ഷാഹ എന്ന് പറഞ്ഞാൽ വിൻഡോസ്. ചതുശ്ചത്വാരിംശത് ദ്വാരാണി, 44 ഡോറ്. ഷഡ്ത്രിംശത് വിദ്യുത വ്യഞ്ജനാനി, വിദ്യുത വ്യഞ്ജനാനി എന്ന് പറഞ്ഞാൽ ഫാൻ. ഷഡ്ത്രിംശത് എന്ന് പറഞ്ഞാൽ 36 ഫാന് ഉണ്ടായിരുന്നു. തത്ര ദശ സേവകാഹ നിരന്തരം കാര്യം കുർവന്തി സ്മ. അവിടെ 10 സേവകാഹ, അതായത് സെർവന്റ്, നിരന്തരം കാര്യം കുർവന്തി സ്മ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പണിയെടുക്കും. അയാളുടെ വീട്ടില് സെർവൻസ് ഉണ്ടായിരുന്നു, 10 പേരായിരുന്നു, എല്ലാ ദിവസവും പണിയെടുക്കുന്നതാണ്. പരം കൃഷ്ണമൂർത്തി മാതാപിതാ ച നിർധനൗ കൃഷക ദമ്പതി. പക്ഷെ കൃഷ്ണമൂർത്തിയുടെ അച്ഛനും അമ്മയും നിർധനഹ, അതായത് പാവപ്പെട്ടവരായിരുന്നു. കൃഷക ദമ്പതി, ഫാർമേഴ്സ് ആയിരുന്നു. തസ്യ ഗൃഹം ആഡംബര വിഹീനം സാധാരണശ്ച ആസീത്. അയാളുടെ വീട് ആഡംബരൊന്നും ആയിരുന്നില്ല, സാധാരണ വീടായിരുന്നു. ഏകദ ശ്രീകണ്ഠഃ തേന സഹ പ്രാതഃ നവവാദനെ തസ്യ ഗൃഹം അഗച്ഛത്. ഒരു ദിവസം ശ്രീകണ്ഠഃ അയാളുടെ ഫ്രണ്ട് കൃഷ്ണമൂർത്തിയുടെ ഒപ്പം കൃഷ്ണമൂർത്തിയുടെ വീട്ടിലേക്ക് വന്നു. രാവിലെ 9 മണിക്ക്. നവവാദന എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക്. പ്രാതഃ രാവിലെ. തത്ര കൃഷ്ണമൂർത്തി തസ്യ മാതാപിതാ ച സ്വശക്തയാ ശ്രീകണ്ഠസ്യ ആതിഥ്യം അകുർവൻ. അവിടെ കൃഷ്ണമൂർത്തിയുടെ അച്ഛനും അമ്മയും സ്വശക്തിയ, അവരുടെ സ്വന്തം കഴിവ് പോലെ ശ്രീകണ്ഠനെ വെൽക്കം ചെയ്തു. ആതിഥ്യം അകുർവൻ എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്തു. ഏതദ് ദൃഷ്ട്വാ ശ്രീകണ്ഠഃ അകഥയത്. ഇത് കണ്ടിട്ട് ശ്രീകണ്ഠൻ കൃഷ്ണമൂർത്തിയോട് പറഞ്ഞു, മിത്ര അഹം ഭവതാം സത്കാരേണ സന്തുഷ്ടോഷ്മി. ഞാൻ നിങ്ങളുടെ സത്കാരം കൊണ്ട് സന്തോഷവാനാണ്. കേവലം ഇതമേവ മമ ദുഃഖം യത് തവ ഗൃഹേ ഏകോപി ഭൃത്യഃ നാസ്തി. പക്ഷെ എനിക്ക് ചെറിയൊരു വിഷമമേ ഉള്ളൂ, നിന്റെ വീട്ടിൽ ഒരാള് പോലും സെർവൻസ് ഇല്ല. ഭൃത്യഃ എന്ന് പറഞ്ഞാൽ സെർവൻസ്, നിന്റെ വീട്ടില് സെർവൻസ് പോലും ഇല്ല. അതാണ് എന്റെ വിഷമം. മമ സത്കാരായ ഭവതാം ബഹു കഷ്ടം ജാതം. ഇയാള് പറഞ്ഞു, എന്നെ നിങ്ങള് വെൽക്കം ചെയ്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി കാണും അല്ലേ എന്ന്. മമ ഗൃഹേ തു ബഹവഃ കർമ്മകാരാഹ സന്തി. എന്റെ വീട്ടിൽ കുറെ സെർവൻസ് ഉണ്ട്. തഥാ കൃഷ്ണമൂർത്തി അവതത്. അപ്പൊ കൃഷ്ണമൂർത്തി പറഞ്ഞു, മിത്രേ മമാഭി അഷ്ടൗ കർമ്മകാരാഹ സന്തി. എന്റെ ഇവിടെയും 8 കർമ്മകാരാഹ, അതായത് 8 സെർവൻസ് ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, തേ ച ദ്വൗ പാദൗ, 2 കാലുകൾ. ദ്വൗ പാദോ എന്ന് പറഞ്ഞാൽ 2 കാലുകൾ. ദ്വൗ ഹസ്തൗ, 2 കൈകൾ. ദ്വേ നേത്രേ, 2 കണ്ണുകൾ. ദ്വേ സോത്രേ ഇതി, 2 ചെവികൾ. 2 കാല്, 2 കൈ, 2 കണ്ണുകൾ, 2 ചെവികൾ. അങ്ങനെ 8 സെർവൻസ് എന്റെ വീട്ടിലും ഉണ്ട് എന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞു. ഏതേ പ്രദക്ഷിണം മമ സഹായിക. ഇതൊക്കെയാണ് എന്റെ സഹായികൾ എന്ന് പറഞ്ഞു. കിന്തു തവ ഭൃത്യാഹ സദൈവ സർവത്ര ച ഉപസ്ഥിതാഹ ഭവിതും ന ശക്നോന്തി. നിനക്കാണെങ്കിൽ കുറെ സെർവൻസ് ഉണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ സെർവൻസ് ആണ് ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും സെർവൻസ് ഉണ്ട്. ത്വം തു സ്വകാര്യം ഭൃത്യാധീനഃ.
നിനക്ക് നിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല. യഥാ യഥാ തേ അനുപസ്ഥിതാഹ, എപ്പോഴെങ്കിലും ഈ സെർവൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ, തഥാ തഥാ ത്വം കഷ്ടം അനുഭവസി, നിന്റെ വീട്ടിൽ സെർവൻസ് ഉണ്ട്, പക്ഷെ എങ്ങാനും ഒരു ദിവസം അവരില്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. സ്വാവലംബന, അതായത് നമ്മൾ സെൽഫ് ഡിപ്പെൻഡഡ് ആണെങ്കിൽ, തു സർവദാ സുഖമേവ, എപ്പോഴും സുഖമായിട്ട് ഇരിക്കും. ഞാ കഥാപി കഷ്ടം ഭവതി, ഒരിക്കലും കഷ്ടപ്പെടത്തുമില്ല. നമ്മൾ സെൽഫ് ഡിപ്പെൻഡ് ആയാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, ഒരിക്കലും നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് ഇടയ്ക്ക് അവരില്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതാണ് കൃഷ്ണമൂർത്തി ശ്രീകണ്ഠനോട് പറഞ്ഞത്. ശ്രീകണ്ഠ അവദത്, ശ്രീകണ്ഠൻ അപ്പൊ പറഞ്ഞു, മിത്ര തവ വചനാനി ശ്രുത്വ മമ മനസ്സി മഹതി പ്രസന്നത ജാത, നിന്റെ ഈ വാക്കുകളൊക്കെ കേട്ട് എന്റെ മനസ്സ് നിറഞ്ഞു, എനിക്ക് സന്തോഷമായി. അതുന അഹം അഭി സർവകാര്യാണി സ്വയമേവ കർത്തും ഇച്ഛാമി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ മുതൽ എന്റെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഭവതു സാർദ്ധ ദ്വാദശ വാദന മിതം, 12:30 മണിയായി. സാമ്പ്രതം ഗൃഹം ചെലാമി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. അതാണ് ഈ കഥ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? സെൽഫ് ഡിപ്പെൻഡഡ് ആവണം. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സ്വന്തമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം ചെയ്യണം. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ബാക്കിയുള്ളവര് നമ്മളെ സഹായിക്കുന്ന വെയിറ്റ് ചെയ്താൽ അവരില്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറെ നമ്പേഴ്സ് പഠിച്ചു. ഒരു വീട്ടില് ഇത്രയും റൂമുണ്ട്, ഇത്രയും ഫാൻ ഉണ്ട്, ജനലുണ്ട്, വാതിലുണ്ട്. അപ്പൊ അതിനൊപ്പം നമ്പേഴ്സും പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്റെ പഴയ കുറെ വീഡിയോസിൽ നമ്പേഴ്സിനെ പറ്റി ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ പഠിച്ച മമഗൃഹം, എന്റെ വീട്ടിലെ സാധനങ്ങൾ, അതിനെപ്പറ്റി എങ്ങനെ സെന്റൻസ് എഴുതാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടാൽ നിനക്ക് സാൻസ്ക്രിറ്റ് നല്ലപോലെ എന്തെങ്കിലും ടോപ്പിക്ക് വന്നാൽ എഴുതാൻ പറ്റും. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണാം. ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ധന്യവാദം.